നീലാംബരി പാർട്ടി 26. അമൃതയും ബിൻസിയും തങ്ങൾ ക്ലാസ്സിൽ അവരെ രണ്ടുപേരെ നിരീക്ഷിച്ച കാര്യം പറഞ്ഞു നിർത്തിയതും പാർവണ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അന്ന് ചേട്ടന്മാരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 ചേച്ചിമാർ വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കിയില്ലേ, അന്ന് അതേ ദിവസം തന്നെ ഞങ്ങളോട് വന്ന് സാറ് നീലുവിനെക്കുറിച്ചും രാധിക ചേച്ചിയെക്കുറിച്ചും രാധിക ചേച്ചി എങ്ങനെ നിങ്ങളുടെ കൂടെ വന്നു എന്നൊക്കെ ചോദിച്ചു. അത് അവൾ പറഞ്ഞു നിർത്തിയതും എല്ലാവരും പാർവണയെ ഒന്ന് ശ്രദ്ധിച്ചു. ഇതെല്ലാം കേട്ടിട്ടും ഒരു കൂസലുമില്ലാതെ ആഹാരം കഴിക്കുന്നത് കേട്ട് എല്ലാവരും അവളോടായി, നിനക്കെന്താ ഇതെല്ലാം കേട്ടിട്ട് ഒരു ഞെട്ടലില്ലാത്ത? പാർവണയിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞാൻ കോളേജിലെത്തിയപ്പോൾ സാറ് എന്നെയും കണ്ടിരുന്നു. രാധിക ചേച്ചിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എന്നോടും ചോദിച്ചു. ഞാനിതെല്ലാം അറിഞ്ഞപ്പോൾ സാറിൻ്റെ ഭാഗത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ഞാൻ എല്ലാ കാര്യങ്ങളും രാധിക ചേച്ചിയോട് ഓപ്പണായിട്ട് അങ്ങ് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാറ് നമ്മുടെ നാട്ടുകാരന് എന്ന് വെച്ചാൽ നമ്മുടെ അച്ചച്ചൻ്റെയും അമ്മാമ്മയുടെയും അതേ നാട്. ഒന്നുകൂടി ക്ലിയറായി പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ ജന്മനാട്. നമ്മളെല്ലാവരും രാധിക ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ, എന്തുകൊണ്ട് +2 പഠനം നിർത്തിയെന്ന്? അത് വേറെ ഒന്നുമല്ല, ഈ സാറ് കുറേ നാൾ ചേച്ചിയുടെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നിരുന്നു. ചേച്ചിക്കും പതിയെ ഇഷ്ടം തോന്നിയ 2 പേരും നല്ല കട്ട പ്രണയമായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രീജയമ്മ കൈയോടെ ഇത് പൊക്കുന്നത്. അതോടുകൂടി ചേച്ചിയുടെ പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ചേച്ചിയെ പിന്നെ ആ വീടിന് പുറത്തോട്ട് പോകുമ്പോൾ ശ്രീജയമ്മ സമ്മതിച്ചില്ല എന്ന തന്നെയാണ് സത്യം. പിന്നെ ഇപ്പോഴാ ചേച്ചി പഠിക്കണമെന്ന് ആവശ്യം പറഞ്ഞ് മുന്നോട്ട് വന്നതുകൊണ്ട് ശ്രീജയമ്മ തടഞ്ഞാലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രീജയമ്മ അതിന് നിന്നില്ല. പിന്നെ സാറിനോടുള്ള പ്രണയം അന്നേ കുഴിച്ചു മൂടിയതുകൊണ്ട് ഇപ്പോൾ സാറിനെ കണ്ടിട്ടും ചേച്ചിക്ക് അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല. എങ്കിലും ആ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു ചെറിയ ഒരു തരംപിഷ്ടം ഉള്ളതായി എനിക്ക് ആ സംസാരത്തിൽ തോന്നിയിരുന്നു. അവൾ പറഞ്ഞു നിന്നതും, ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നിച്ചു അവളോടായി ചോദിച്ചു. നിങ്ങളാരും ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രയും വലിയ ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ പറഞ്ഞോ? പിന്നെ ഞാനെന്തിനാ പറയുന്നത്? ഞാൻ അറിഞ്ഞ കാര്യം ഇപ്പോഴല്ലേ. എന്നാലും ഞങ്ങളോടെങ്കിലും പറയാമായിരുന്നു. ബിൻസിയും അമൃതയും ഒരേ സ്വരത്തിൽ. നിങ്ങൾ ചേച്ചി അങ്ങ് ക്ലോസായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നില്ലയോ? ഞാൻ എത്ര വട്ടം നിന്നോടൊക്കെ ഈ ഒരു കാര്യം കാണിച്ചെന്ന് പറയാൻ വന്നു. അപ്പോഴൊക്കെ മിണ്ടല്ലേ എന്തോ അന്നേരം പറഞ്ഞേ? ഞങ്ങൾ ക്ലോസായിട്ട് സാറിനെയും ചേച്ചി ഒന്ന് വാച്ച് ചെയ്തോട്ടെ എന്ന്, ശല്യം ചെയ്യരുതെന്ന്. ഞാൻ പിന്നെ ശല്യം ചെയ്യാൻ വന്നില്ലല്ലോ, ഞാൻ അറിഞ്ഞ കാര്യം പറയാൻ വന്നപ്പം നിങ്ങളല്ലേ സമ്മതിക്കാഞ്ഞേ? പാർവണ, എന്നോട് പറയാമായിരുന്നല്ലോ, നീ ഭയങ്കര പഠിപ്പിച്ചിട്ടല്ലേ, നീയും ശല്യം ചെയ്യല്ലേ എന്ന് തന്നെയല്ലേ അന്ന് നിന്നോടും പറയാൻ വന്നപ്പം പറഞ്ഞേ. അതുകൊണ്ട് ഞാനും വന്നില്ല, അത്രമാത്രം. അവരെല്ലാവരും ഒരേപോലെ തന്നെ കൈ തൊഴുന്നു. എൻ്റെ നീലു, നിന്നെ ഞങ്ങൾ നമിച്ചു, പറയല്ലേ എന്ന് പറഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാലും ഞങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം പറയാമായിരുന്നല്ലോ. എനിക്കപ്പം മൂഡ് തോന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അവൾ ഒരു കൂസലുമില്ലാതെ തന്നെ പറഞ്ഞു. ഇവരെല്ലാവരും നാക്കും കടിച്ച് ഇവളെ എന്ന രീതിയിൽ എല്ലാവരും തിരിഞ്ഞ് നിച്ചുവിനെ ഒന്ന് നോക്കി. സോറി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക്, ഒരു പാളിച്ച, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിപ്പോയത്. ആ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റ് കൊണ്ട് എന്നെ ആരും തല്ലരുത് പ്ലീസ്. അവൻ ദയനീയമായി എല്ലാവരെയും കൈകൂപ്പി കാട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും രാധിക അങ്ങോട്ടെത്തി. എന്താ ചേച്ചി ഇത്രയും വൈകിയത്? ഒന്നുമില്ല. അവളുടെ മുഖത്ത് വല്ലാത്ത ഒരു വെപ്രാളവും ഒരു പരവേശവും പോലെ തോന്നി. എല്ലാവരും അവളെ സൂക്ഷ്മമായി വീക്ഷിച്ചപ്പോഴാണ് അവളുടെ തൊട്ട് പിന്നാലെ തന്നെ അരുൺ സാർ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട് അപ്പോഴേ അവിടെ എന്തോ സംതിങ് ഉണ്ടായെന്ന് എല്ലാവർക്കും തോന്നി. എല്ലാവരും രാധികയെ ഒന്ന് നോക്കി. അവൾ അവിടെ നിന്ന് പരിങ്ങി. ഞാൻ എന്നാൽ ക്ലാസ് റൂമിൽ പൊക്കോട്ടെ, അവൾ ഒരു വെപ്രാളത്തോടെ പറഞ്ഞതും നീലു പൊക്കോ ഞാൻ പിടിച്ചോളാം, അവൾ ഒരു അർത്ഥധ്വനിയിൽ അവളോടായി പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും ബാഗും എടുത്ത് ക്ലാസ് റൂമിലേക്ക് തന്നെ വിട്ടടിച്ചു. എന്നാൽ അതേസമയം ഹരിയും ഹരനും പിന്നാലെ ഇറങ്ങി വന്ന അരുൺ സാറിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അയാളുടെ ചുണ്ടിൽ ഒരു ചെറിയ കള്ളച്ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ അവർക്ക് എന്തോ ഇനിയും വൈകിക്കൂടാ, സാറിനെ കണ്ട് ഒന്ന് സംസാരിച്ചേ പറ്റൂ എന്ന് തന്നെ അവർ തീരുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് സാറിനടുത്തേക്ക് നിന്ന്, സാർ ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കണമായിരുന്നു. സാർ എപ്പോഴാണ് ഫ്രീ ആകുന്ന?
എന്താടോ സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിൽ ഇപ്പോൾ സംസാരിക്കാമല്ലോ. വേണ്ട സാർ, അല്പം പേഴ്സണലാണ്. ഓ, എങ്കിൽ നമ്മുടെ കോളേജ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ പാർക്കിങ്ങിലുണ്ടാവും, അപ്പോൾ സംസാരിക്കാം. അത് മതിയോ? ഓ, ഓക്കെ, അത് മതി. ഞങ്ങൾ അന്നേരം സാറിനെ വെയിറ്റ് ചെയ്ത് പാർക്കിംഗ് ഏരിയയിൽ നിൽക്കാം. ശരി. അത്രയും പറഞ്ഞുകൊണ്ട് ഹരനും ഹരിയും കൈ കഴുകാനായി വാഷ്റൂമിലേക്കും അരുൺ സാർ അവിടെ നിന്നും അതേ കള്ളച്ചിരിയോടെ തന്നെ സ്റ്റാഫ് റൂമിലേക്കും പോയി. കോളേജ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നീലുവും രാധികയും പഴയതുപോലെ തന്നെ വാഗമരച്ചൂട്ടിൽ നമ്മുടെ ഹരിയെയും ഹരനെയും നീച്ചുവിനെയും കാത്തു നിൽക്കുമ്പോഴാണ് ഹരി അങ്ങോട്ട് വന്ന്, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ബസ്സിൽ പൊക്കോ, ഞങ്ങൾക്ക് ഒരാളെ കൂടി കാണണം, കുറച്ച് താമസിക്കും. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. നമ്മളോട് പറയാതെ ആരെ കാണാൻ എങ്ങനെ പോകുന്നേ? ആരെങ്കിലും ആവട്ടെ, നീ ബാ. അത്രയും പറഞ്ഞുകൊണ്ട് രാധിക നീലുവിൻ്റെ കൈയും പിടിച്ച് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. ഹരി പാർക്കിങ്ങിൽ ചെല്ലുമ്പോൾ ഹരനും നിച്ചും അവിടെ അവനെ കാത്തു നിൽപ്പുണ്ട്. കുറേ സമയം അവർ അവിടെ കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ അരുണും രാജീവും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന കണ്ടതും ഹരൻ്റെ മുഖം ഒന്നിരുണ്ടു. രാജീവിന് അത് മനസ്സിലായതുപോലെ തന്നെ തൻ്റെ വണ്ടിയിൽ കയറി അയാൾ അവിടെ നിന്നും പോയി. അരുൺ ഒരു ചിരിയോടെ ഹരനെ നോക്കി. താനും രാജീവ് സാറും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നല്ലോ. അവൻ അത് വകവെക്കാതെ, അത് കേട്ട ഭാവം പോലും നടിക്കാതെ, സാറിനോട് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാണ്ട്. താൻ ചോദിക്കടോ. ഭാവവ്യത്യാസമില്ലാതെ തന്നെ അരുൺ ചോദിച്ചു. അത് സാർ, എനിക്ക് മനസ്സിലായി. രാധികയെക്കുറിച്ച് ചോദിക്കാനല്ലേ നിങ്ങൾ 3 പേരും ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ 3 പേരുടെയും വരവ് കണ്ടപ്പോഴേ ഞാനത് മനസ്സിൽ കരുതിയതാണ്. രാധിക എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഭാര്യയാക്കാനും അല്ലാതെ ഇങ്ങനെ പ്രേമിച്ച് നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരുപാട് നാൾ അവളെ തിരക്കി എല്ലായിടവും നടന്നതാണ്. പിന്നീട് ഈ അടുത്തിടയ്ക്ക് ഞാൻ അറിഞ്ഞത് ലക്ഷ്മിപുരത്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു അവരെന്ന്. പക്ഷെ അത്രയും വലിയൊരു കുടുംബത്തിൽ ചെന്ന് പെണ്ണ് ചോദിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ആ സമയത്ത് എനിക്കൊരു ജോലി പോലും ഇല്ലായിരുന്നു. അവളെ തിരക്കി നടക്കുന്ന ഇടയിൽ ഒരു ഇൻ്റർവ്യൂ കാഷ്വലായി ഞാൻ പോയി അറ്റൻഡ് ചെയ്തതായിരുന്നു. ആ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നീട് ജോലിയുടെ തിരക്കായപ്പോൾ അതങ്ങ് വിട്ടുപോയിരുന്നു. രാധിക എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതും ഇവിടെ വന്ന് അവിചാരിതമായി രാധികയെ കണ്ടതും എനിക്ക് സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് പെണ്ണ് ചോദിക്കണം എന്ന് തന്നെയാണ്. അത്രമാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. സാറ് ഒരു ടൈം പാസിന് രാധികയുടെ പിന്നിൽ നടക്കുകയല്ലല്ലോ, ഭാര്യയാകാൻ തന്നെയല്ലേ. എന്താണോ തനിക്ക് ഇപ്പോഴും സംശയമുണ്ടോ? അല്ല, രാജീവിൻ്റെ കൂട്ടുപിടിച്ച് നടക്കുന്നത് കൊണ്ട് ചോദിച്ചാൽ അതെന്താണോ? രാജീവ് അത്ര മോശമാണോ? രാജീവ് സാറിനെ കുറിച്ച് സാറിന് എന്തറിയാമെന്ന് വിചാരിച്ചാൽ സാറിന് രാധികയോടൊപ്പം ജീവിക്കണമെങ്കിൽ ആദ്യം തന്നെ രാജീവുമായുള്ള കൂട്ടുവിടുന്നതായിരിക്കും നല്ലത്. ഹരൻ പരുഷമായി തന്നെ അയാളോട് പറഞ്ഞു. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും രാജീവിൻ്റെ സ്വഭാവം തന്നെയാണ് ഹരിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് മനസ്സിലായി. ഹരനും ഹരിയും അവിടെ നിന്ന് പോയി. എന്നാൽ പിന്നെ ഈ ഞായറാഴ്ച തന്നെ വീട്ടിലുള്ളവരെയും കൂട്ടി വീട്ടിലേക്ക് വന്നേക്ക്. ഞങ്ങളുടെ വീടിനി പറഞ്ഞു തരണ്ടല്ലോ. അല്ല, രാധികയുടെ അമ്മ ശ്രീജയമ്മയോട് ഞങ്ങൾ കാര്യം പറഞ്ഞോളാം. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, രാധികയ്ക്ക് സാറിനെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അവൾ ഇഷ്ടമല്ല എന്നാ പറയുന്നെങ്കിൽ എന്ത് ചെയ്യും ഹര? എന്നാൽ നമ്മൾ ഒരു അറേഞ്ച് മാരേജിനുള്ള പരിപാടി ഉണ്ടാക്കും. സാറ് വന്ന് ക്യാഷ്വലായി പെണ്ണ് കാണുന്നു, ഞങ്ങളെല്ലാം കൂടെ വാക്കാർ ഉറപ്പിക്കുന്നു. അത് അവൾ എതിർത്താലോ? എതിർക്കാനുള്ള വോയിസ് ഇല്ലല്ലോ. ഞങ്ങൾ എന്തു പറയുന്നു അതാണിപ്പോൾ രാധിക അംഗീകരിക്കും. അത് ഞങ്ങളുടെ 100% ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സാറ് വിഷമിക്കേണ്ട. അന്നേരം പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞോട്ടെ. ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായി വന്നോളൂ. ഹരൻ ഉറപ്പ് കൊടുത്ത് അവിടെ നിന്നും അരുൺ പോയി. അരുണും വല്ലാത്ത സന്തോഷമായിരുന്നു. ഒപ്പം തന്നെ രാജീവിനെ കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. അത് അറിയണം. അതും മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അരുൺ അവിടെ നിന്നും പോയി. ഹരിയും ഹരനും ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ലക്ഷ്മി പിടിച്ചു നിർത്തിയതും 2 പേരും ഒന്ന് പതറി. അതിനുശേഷം നിച്ചുവിൻ്റെ അടുത്ത്, എന്താ നിച്ചു ഇന്ന് താമസിച്ച? അതൊക്കെ പറയാം, അതൊരു സീക്രട്ടാണ് നിച്ചു പറഞ്ഞത്. എന്താടാ സസ്പെൻസ് ഇല്ലാതെ കാര്യം പറ. അത് പറഞ്ഞ് ഞങ്ങൾ പോയി അതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വരാം. പക്ഷേ ഇതിന് അമ്മയുടെ അച്ഛൻ്റെയും ഇല്ല പോയ കുട്ടിക്കുരുപ്പിൻ്റെയും ഒരു സമ്മതം വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ആവൂ. ഓ, അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, അതിനുശേഷം കാര്യം പറഞ്ഞാൽ മതി.
അവരെല്ലാവരും തങ്ങളുടെ റൂമിൽ കയറി ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ രാധിക എന്തേ? അവൾ റൂമിലിരുന്ന് പഠിക്കുന്നു. ആ കുരുപ്പെന്തേ? അതും രാധികയുടെ. ഓ, അന്നേരം പിന്നെ രാധിക പഠിക്കുമല്ല, അവളുടെ ലെക്ചറടി കേട്ടോണ്ടിരിക്കുവാണെന്ന് സാറേ. അമ്മ പോയി നൈസായിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. അമ്മ പതിയെ രാധികയുടെ റൂമിൽ ചെന്ന് നീലുവിനെയും വിളിച്ച് പുറത്തേക്ക് വന്നു. രാധിക ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നീലുവിനെയും പിടിച്ചുകൊണ്ട് വന്നത്. നീലു ഹാളിലേക്ക് വന്നപ്പോൾ അവർ മൂവരും ഒപ്പം തന്നെ അച്ഛനുമുണ്ട്. ഇതെന്താ അമ്മേ ഇവരിങ്ങനെ ഇരിക്കുന്നത്? നിന്നെ കാത്തിരിക്കുക. അച്ഛാ, ഞാനിന്നൊരു പ്രശ്നവും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഒരു കുരുത്തക്കേടും കാട്ടിയില്ല. പിന്നെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ആരും വായി നോക്കിയിട്ടുമില്ല. സത്യമായിട്ടും ഇവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരം കേട്ടോ. അവൾ മുമ്പേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. ഇവളുടെ പറച്ചിൽ കേട്ട് എല്ലാവർക്കും ചിരി വന്നു. മഹാദേവൻ അവളെ കൈയാട്ടി അടുത്തേക്ക് വന്ന്, എടി കുറുമ്പി, നീ ബസ് സ്റ്റോപ്പിൽ കാണിച്ചതൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. എന്തായാലും നീ തന്നെ എല്ലാം പറഞ്ഞതുകൊണ്ട് കാര്യമായി. എന്താടാ നിച്ചു, ഇങ്ങനെ വല്ലതും ഉണ്ടോ? എൻ്റെ പൊന്നച്ച, വഴി ഒരാമ്പിള്ളേർക്ക് പോകാൻ പറ്റത്തില്ല. ഇതുപോലൊരു പെടക്കോഴി എന്ന് പറഞ്ഞ പെടക്കോഴികൾക്കും കൂടെ നാണക്കേട. കാട്ടുകോഴി എന്ന് വേണമെങ്കിൽ പറയണം. അത് തന്നെയാ ഇവൾ. അച്ഛൻ പതിയെ ഒന്ന് ഹരനെ നോക്കി. ഹരൻ ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന രീതിയിൽ ഇരിക്കുന്നത് കണ്ട് അച്ഛന് ചിരി വന്നു. എന്തിനാ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്? ഇനി അത് പറ. ലക്ഷ്മി മുൻകൈ എടുത്തു. മഹാദേവനും ലക്ഷ്മിയോടും നീലുവിനോടുമായി അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പ്ലാൻ ചെയ്ത പ്ലാനും അവരോട് പറഞ്ഞു. ഇതുവഴി അവരുടെ മനസ്സിൽ അല്പമെങ്കിലും അരുൺ സാറിനോട് ഒരിഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അങ്ങനാണെങ്കിൽ അങ്ങനെ ഒരു സൂചന മാത്രം മതിയല്ലോ. ഇനി അരുൺ സാർ ഞായറാഴ്ച വന്ന് പെണ്ണ് കണ്ട് നമുക്കതങ്ങ് ഉറപ്പിക്കാം. ആ മനുഷ്യൻ ഒരുപാട് നാൾ അവൾക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണ്. അതുകൊണ്ട് തന്നെ അച്ഛനെന്ത് പറയുന്നു? എൻ്റെ മോക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിന് സമ്മതം തരാം. എന്ത് വന്നാലും ഇത് തന്നെ നടത്തി കൊടുക്കുകയും ചെയ്യാം. അച്ഛൻ്റെ അമ്മയുടെയും ഭാഗത്തു നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് വന്നപ്പോഴും ആ കുരുപ്പ് ഒരക്ഷരം മിണ്ടാതെ അവരെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് മൂവരും അവളെ ഒന്ന് നോക്കി. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. ഞാനിതിന് സമ്മതിക്കണമെങ്കിൽ. എന്ത്? അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ഞാൻ പിന്നെ പറയാം. പക്ഷേ ഞാൻ ഇതിന് സമ്മതിക്കണമെങ്കിൽ ആ കണ്ടീഷൻ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എന്താ കണ്ടീഷൻ ഇപ്പം പറയണം. ഹരൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. അതും എനിക്ക് ഓർമ്മയില്ല. ഓർത്തങ്ങ് പറഞ്ഞിട്ട് മോളി കണ്ടീഷൻ സമ്മതിച്ചാൽ മതി. അവൾ കുറേ നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം, ശരി, എനിക്ക് ഒരു ദിവസം, അതായത് ഒന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒരു നൈറ്റ് ഡ്രൈവും പിന്നെ നൈറ്റ് ഫുഡും സമ്മതമാണോ? മൂവരും ഒരേപോലെ സമ്മതിച്ചു. എനിക്ക് നിങ്ങളുടെ സമ്മതമല്ല വേണ്ടത്, വേണ്ട ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ സമ്മതമാണ് വേണ്ടത്. അതും പറഞ്ഞുകൊണ്ട് അച്ഛനെ ചൂണ്ടിക്കാട്ടി. ഞാനോ? എടി നിന്നെ ഞാനല്ലേ വിവാഹം കഴിച്ചത്, ഇവനാ. എനിക്കതൊന്നും അറിയണ്ട. അമ്മയും അച്ഛനും ഞാനും കൂടെ ഒരു നൈറ്റ് ഡ്രൈവ്, ഒപ്പം തന്നെ വെളിയിൽ നിന്ന് ഫുഡ്, സമ്മതമാണോ? അത് കേട്ടതും ലക്ഷ്മിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഇപ്പം ഈ ആഗ്രഹം എവിടെ നിന്ന് വന്നു? 365 ദിവസം ഈ റൂമിനകത്ത്, ഈ വീടിനകത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അനാഥപ്രേതം പോലെ അമ്മ. എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുപോയി അതിനൊരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, ഒരു നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകണം, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം. അച്ഛന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അച്ഛൻ മീറ്റിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പോകും. ഹരനും ഇതുപോലെ തന്നെ. ഹരിയേട്ടൻ ചേട്ടനാന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ ഇറങ്ങി വെളിയിലോട്ട് പോവുക, വല്ലതും കഴിക്കുക, കറങ്ങുക, തിരിച്ചു വരിക. ഞങ്ങളും അത്യാവശ്യം കോളേജിൽ പോകുന്ന വഴിക്ക് എല്ലായിടവും കയറി ഇറങ്ങി നിരങ്ങാറുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്മിക്കുട്ടി മാത്രമേ ഉള്ളൂ ഈ വീടിന് പുറം ലോകം വലുതായിട്ട് ഇപ്പോൾ കാണാത്തത്. വലുതായിട്ടല്ല മോളെ, ഇവന്മാർ വലുതായതിന് ശേഷം ഈ മനുഷ്യൻ ഈ ബിസിനസ് ഒരുവിധം പച്ചയായതിനു ശേഷം ഞാൻ ഈ പുറം ലോകം കണ്ടിട്ട് പോലുമില്ല. എൻ്റെ മോൾ എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ. അവർ അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അവൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും സമ്മതമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേണ്ടേ? നിങ്ങൾ 3 പേരും വരണ്ട, ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രം മതി. പിന്നെ വേണമെങ്കിൽ രാധിക ചേച്ചിയും കൊണ്ടുപോകാം. ഓ അങ്ങനെ. എടാ ഹരി, നീ പറഞ്ഞത് കേട്ടോ? വേണമെങ്കിൽ രാധികയെ കൊണ്ടു. നീ അത്ര കഷ്ടപ്പെട്ട് രാധികയെ കൊണ്ടുപോടാ. ഞങ്ങൾ 3 രാധികയും കൂടെ വേറെ ടൂറിന് പോയിക്കൊള്ളാം. അതും ഒരാഴ്ചത്തെ. നീ ഒരു നൈറ്റ് ഡ്രൈവല്ല പറഞ്ഞോളൂ, ഞങ്ങൾ ഒരാഴ്ചത്തെ ടൂറിന് പോവുക. അത് പറഞ്ഞതും രാധിക ചേച്ചിയോ? രാധിക ചേച്ചി ഞാനില്ലാതെ എന്തായാലും വരില്ല. അത് പറഞ്ഞതും രാധിക പറയുന്നു, അല്ലേ ചേച്ചി ഞാനില്ല പോ. അവൾ ഒരു ചിരിയോടെ തന്നെ അവരെല്ലാവരും പറയുന്നത് കേട്ട് നിന്നതല്ലാതെ അവൾ മറുപടി ഒന്നും കൊടുത്തില്ല. കണ്ടോ, രാധിക ചേച്ചി ഞാനില്ലാതെ എങ്ങും വരുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്ലാൻ പൊളിഞ്ഞു.
അങ്ങനൊന്നും പൊളിയത്തില്ല മോളെ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട് ഈ രാധികയും കൊണ്ട് പോകും. ഓ അങ്ങനെയാണോ? എങ്കിൽ മുമ്പേ പറഞ്ഞ പ്ലാൻ എനിക്ക് സമ്മതമല്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കാരണം നിന്നോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നീ സമ്മതിക്കണമെങ്കിൽ നീ ഒരു വ്യവസ്ഥ പറഞ്ഞു. അതിന് ഏകദേശം അച്ഛൻ ഓക്കെ പറയുകയും ചെയ്തു. അത് പിന്നെ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പോക്കോ. അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ തിരിഞ്ഞതും അവളുടെ കയ്യിൽ രാധിക പിടിച്ചു. താണ്ടെ എൻ്റെ ഈ കുട്ടി കുറുമ്പില്ലാതെ നിങ്ങൾ ഇനി എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരില്ല. രാധിക തീർപ്പ് പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ ചേച്ചി? ഞാൻ പറയുന്നതേ കേൾക്കൂ, ഞാനില്ലാതെ എങ്ങോട്ടും വരില്ല, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്. അവളുടെ മുഖം തെളിഞ്ഞ് അവൾ അവരോട് ഒരു കുറുമ്പോടെ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. എല്ലാവരും ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നപ്പോഴാണ് ഹരിയെ കണ്ണുകൊണ്ട് എന്തോ കാട്ടി തുടങ്ങിക്കൊള്ളാൻ എന്ന രീതിയിൽ. അത് കണ്ടതും നീലു പതിയെ, എൻ്റെ ചേട്ടന്മാരെ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ എന്നർത്ഥത്തിൽ 3 പേരും അവളെ തന്നെ നോക്കി. ഇവളിത് എന്ത് തേങ്ങ പറയാൻ പോകുന്നത് എന്നർത്ഥത്തിൽ. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വൈഷ്ണവി ഉണ്ടല്ലോ, അവൾക്ക് നമ്മുടെ അരുൺ സാറിനോട് എന്തൊന്നില്ലാത്ത പ്രണയം, അതും അസ്ഥിക്ക് പിടിച്ച പ്രണയം. ഞങ്ങളുടെ അരുൺ സാർ ക്ലാസ് എടുക്കുമ്പോൾ അവൾ താടിക്കും കൈയും കൊടുത്ത് അരുൺ സാറിനെ തന്നെ നോക്കിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് 2 എണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും കണ്ണുകൊണ്ട് ഓരോന്ന് കാട്ടുന്നതും ഒക്കെ ഒന്ന് കാണണം. അത് മാത്രമോ, നമ്മുടെ അരുൺ സാറിൻ്റെ ക്ലാസ്സിൽ മാത്രമുള്ള അവൾക്ക് ഇതുപോലെ സംശയം. എന്നിട്ടോ സംശയ നിവാരണത്തിന് സാറുമായിട്ട് മുട്ടി നിൽക്കുന്നതൊക്കെ ഒന്ന് കാണണം എൻ്റെ ഏട്ടന്മാരെ. നീലു അത്രയും പറഞ്ഞതും എടുത്ത ഫുഡിനകത്ത് കൈകൊണ്ട് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കുക രാധിക. ലക്ഷ്മി അത് കണ്ട്, എന്താ രാധിക നീ ഒന്നും കഴിച്ചില്ലല്ലോ? അറിയില്ലമ്മ, വല്ലാത്ത തലവേദന, ഞാൻ പൊക്കോട്ടെ. മോളൊന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ മോളെ. അല്ലമ്മ, വല്ലാത്ത തലവേദന, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലേ എന്തോ. അത്രയും പറഞ്ഞതും ലക്ഷ്മി, എങ്കിൽ ശരി മോൾ എഴുന്നേറ്റ് പോക്കോ, കുഴപ്പമില്ല, മോൾക്ക് 1 ഗ്ലാസ് പാലോ ജ്യൂസോ അമ്മ കൊണ്ടുതരാം. അത് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ കൈയും കഴുകി നേരെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തെന്ന് മനസ്സിലായതിനു ശേഷം നിച്ചു നീലുവിന് നേരെ, നീ എന്ത് പണിയായി കാട്ടി? നിന്റെ വായിൽ തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറഞ്ഞതല്ലാതെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും നടന്നോ? അവളുടെ മനസ്സിരിപ്പ് പോലും അറിയാൻ പറ്റിയില്ല. നിച്ചു നീലുവിന് നേരെ തട്ടിക്കയറാൻ തുടങ്ങിയതും ഹരി ഒന്ന് തടഞ്ഞു. പൊന്നു നിച്ചു, നീ രാധികയുടെ മുഖത്ത് നോക്കിയായിരുന്നു? അവളുടെ മുഖഭാവം കണ്ടായിരുന്നു? ഇത്രയും നേരം സന്തോഷിച്ചു നിന്നപ്പോൾ അവൾക്ക് ഒരു തലവേദനയില്ല. അരുൺ സാറിന് വൈകിയെ ഇഷ്ടമാണെന്നും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്ന രീതിയിൽ അവൾ കണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോഴല്ലേ നമ്മുടെ രാധികയ്ക്ക് അത് തലവേദനയായി മാറിയതും ഒന്നും കഴിക്കാതെ അവൾ എഴുന്നേറ്റ് പോയതും. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? നിച്ചും അതുപോലെ തന്നെ തിരിച്ചുരി. ഒലക്കേടാ മൂട്, ഇവനോടൊക്കെ പറയാൻ വന്ന് എന്നെ വേണം ആദ്യം അടിക്കേണ്ടത്. എൻ്റെ നീലു, നിനക്കെന്താ മനസ്സിലായി? ഇതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ, ആ മനസ്സിൽ എവിടെയൊക്കെയോ നമ്മുടെ അരുൺ സാർ ഉണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? ഇപ്പോൾ ഉറപ്പായല്ലോ. ഇപ്പോൾ 100% ഉറപ്പായിട്ടുണ്ട്. ആ മനസ്സിൽ എവിടെയൊക്കെയോ നമ്മുടെ അരുൺ സാർ ഉണ്ടെന്ന്. എന്നാൽ ഹര, വെച്ച് താമസിപ്പിക്കണ്ട, അരുൺ സാറിനെ വിളിച്ച് ഞായറാഴ്ച തന്നെ ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞേക്ക്. അത് എപ്പോഴേ പറഞ്ഞു. അതെപ്പം? അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അന്നേരം തന്നെ നമ്മുടെ അരുൺ സാറിന് ഒരു മെസ്സേജ് ഞാൻ ഇട്ടിരുന്നു. അതിന് റിപ്ലൈയും വന്നു, അവർ ഞായറാഴ്ച തന്നെ വരുമെന്ന്. അല്ല, ഈ കാര്യം ചേച്ചിയോട് പറയണ്ട, ശരി, പക്ഷേ ശ്രീജയമ്മയോടും അച്ഛനും അമ്മയമ്മയും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ ഏറ്റുമോളെ, അത് ഞാൻ നാളെ തന്നെ വിളിച്ച് അവരോട് പറഞ്ഞേക്കാം. അവരുടെ സമ്മതവും വാങ്ങാം, പോരെ? അത് മതി. സന്തോഷത്തോടെ ആഹാരമെല്ലാം കഴിഞ്ഞ് തങ്ങളുടേതായ റൂമിലേക്ക് ഉറങ്ങാനായി എല്ലാവരും പോയി.